നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലെത്തി. എന്നിട്ടിപ്പോൾ ഇത് കണ്ട ഈ സ്ഥലത്തുനിന്ന് ബോർഡിംഗ് പാസും ഈ ബാഗേജിൻ്റെ ടാഗും എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ചെക്കിനും മറ്റേതെല്ലാം കഴിഞ്ഞ് കണ്ട ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ 21-ാമതാണ് നമ്മളെ ഗേറ്റ്. നമ്മൾ ഒരു 3 മണിയാകുമ്പോൾ പോകുന്നതാലേ. റാപ്പിഡോ കൊണ്ടതിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ 12 മണിക്ക് ശേഷം ബുക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ 1.5 മണിയായില്ലേ. അപ്പം നമുക്ക് റാപ്പിഡോ നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തുമെന്നെല്ലാം ചോദിക്കാൻ വേണ്ടി വിളിക്കൽ ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൂടാതെ അത് ഹൈവേയിലല്ല വന്നത്, ഒരു കട്ട് റോഡിലൂടെയല്ല നമ്മൾ വന്നത്. എന്തോ ഷോർട്ട് കട്ടാണെന്ന് തോന്നുന്നു. അതുകൂടാണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാത്രി ആയതുകൊണ്ട് തന്നെ ട്രാഫിക് അധികമാണല്ലോ ഹൈവേയിൽ ഉണ്ടാവുക. അപ്പം ഇന്ത്യയിലെ സാധാരണ ഹൈവേയിലല്ലേ വരിക, ആ വഴിയല്ല വന്നത്. ബട്ട് നമുക്ക് പേടിയൊന്നും ആയിട്ടില്ല, കാരണം നമ്മൾ അത് വർത്താനം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ നേരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുൾ കട്ട് റോഡിലല്ലേ. കട്ട് റോഡിൽ കൂടാതെ അധികം നമ്മൾ വിചാരിച്ചത്ര സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് എടുത്തി. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് 2.5-3 മണിക്കൂറോളം ഫ്ലൈറ്റ് 4:45-ലാണ്. അപ്പം 4 മണിയൊക്കെ ആകുമ്പം ചെക്കിൻ ചെയ്യാൻ മതി. അതുവരെ നമുക്കിവിടെ വേണമെങ്കിൽ ഉറങ്ങാം. നമ്മളിപ്പം ഗേറ്റ് നമ്പർ 21 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊന്നും ഉറക്കൊന്നിട്ടില്ല. അപ്പം നമ്മൾ അടങ്ങി പോയിട്ട് ഉറങ്ങാൻ വേണ്ടി പോയിരുന്നു. അത്രയും ഉണ്ട്. Now we are boarding. Airbus A321. നിയോന്നൊന്നും ഉദ്ദേശിച്ചേ അതൊരു വെർഷനാണ്. A321 നിയോരെ A321 ആദ്യം ഇറങ്ങിയത്. അതിന് ശേഷം അതിൽ മോഡിഫിക്കേഷൻ വരുന്നതാണ്. വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല, പക്ഷേ ഇവിടുന്ന് അപ്പുറത്തുനിന്നിൽ ഫ്ലൈറ്റിൽ നമുക്ക് വിൻഡോ സീറ്റാണ്. ഫ്രീ ആയിട്ട് 400 രൂപ സീറ്റ് നമുക്ക് വെറുതെ കിട്ടിയതാണ്. നമ്മളിപ്പോൾ ചാടികർ എയർപോർട്ടിൽ ലേവർലയിൽ കോഫിയും ആലു പൊറോട്ടയും കഴിക്കുന്നത് രസമുണ്ടാണേ. ഉപ്പിലിട്ടത് അതിൻ്റെ കൂടെ ചായയും. അപ്പം ഇവരെ ബാംഗ്ലൂരല്ല പഞ്ചാബികളെ ബ്രേക്ക്ഫാസ്റ്റാണ് ആലു പൊറോട്ട, ആലു പ്യാസ് പൊറോട്ട. അത് തൈരും ഇതും കൂട്ടി കഴിക്കല്. അവിടെ കുറേ 400 എണ്ണകളുണ്ട് നിർത്തിയിട്ടിട്ട്. പിന്നീട് ഒരു ഇൻഡിഗോ ഇങ്ങനെ പറക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ വന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇനി ഒരു 2 മണിക്കൂർ കൂടിയാണ് അടുത്ത ഫ്ലൈറ്റിന്. 1 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. സീറ്റ് ഇങ്ങനെ തന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ പറഞ്ഞപ്പോൾ കസ്റ്റമർ റിവ്യൂ നല്ലത് നമ്മളിപ്പം നമ്മൾ ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് ചാണ്ടിഗറിന്ന് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറുണ്ട് എത്തും. വേണ്ട ഉറങ്ങാത്തതുകൊണ്ട് ക്ഷീണം. स्टार्ट यहाँ से चश्मा शाही से। अच्छा। लेकिन मसला है ना आपका लगेज है। अच्छा। तो वहाँ पे चेकिंग है, क्योंकि वो एरिया जो है वो VIP एरिया है। अच्छा। वहाँ पे गवर्नर रहता है। अच्छा। तो सारा लगेज पहले एक्सरे करवाएंगे, नीचे उतारेंगे। उसमें ट्यूलिप होते हैं तकरीबन 10,000 वेराइटीज। उस टाइम यहाँ पे इतना टूरिस्ट का फ्लो रहता है, चलने के लिए मुश्किल होता है। जैम में तकरीबन 3-3, 4-4 घंटे फंसती है गाड़ियाँ। उस टाइम वहाँ है ना पीक सीजन होता है कश्मीर में।
तो बोटानिकल गार्डन में बाकी सारे वेराइटीज हाँ बोटानिकल गार्डन बहुत ही ब्यूटीफुल गार्डन है उसमें बहुत सारे फूल हैं ഇതാണ് ഇവരെ മെയിൻ ടൗൺ ലാൽ ചൗക്ക് എന്ന പേര് ഇവിടെ ഇങ്ങനെ ബുക്കൊന്നും ചെയ്യാണ്ട് വന്നാൽ നമുക്കിവിടെ നിൽക്കാനെല്ലാം സ്ഥലം കിട്ടും അല്ലേ ഏകദേശം 15 വിലയില്ലേ നോക്കിയാൽ കുറവല്ലോ ഉണ്ടാവും ഹോട്ടൽ ചാർജ് പക്ഷെ ബിൽഡിങ് കുറച്ച് വ്യത്യാസമുണ്ട് ഇഷ്ടിക കല്ല് പോലത്തെ കല്ലും പിന്നെ മുകളിൽ ജസ്റ്റ് ഇതാണ് ഉറുദു അല്ലേ എഴുതിയിട്ടുള്ളത് ഉറുദുവാ കാണുന്നില്ലല്ലോ അതാണ് ഉറുദു ലാൽ ചൗക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സെൻട്രലിലൂടെയാണ് കാണുന്നതെല്ലാം ഹൗസ് ബോട്ടുകളാണ് ഒരു ഹൗസ് ബോട്ടിനുള്ളിൽ അല്ല ഹൗസ് ബോട്ടല്ല എന്തിനാ പറയലേ ഷിക്കാരയിൽ വലിയ കയറിയിട്ടുണ്ട് എത്ര പൈസ 1500 രൂപ 1500 രൂപ സമയം 1.5 മണിക്കൂർ അടപ്പുറത്തിലെ ബസാറിലെല്ലാം പിന്നെ അതിൻ്റെ ഉള്ളിൽ ട്രഡീഷണൽ ആയിട്ട് ഇവരെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടാവും ഒരു ഫോട്ടോക്ക് 100 രൂപ പിന്നെ എല്ലാവർക്കും 4 രൂപയാണ് നമുക്ക് ചെറിയ കുട്ടികളായതാണ് ക്യാപ്റ്റന്മാർക്ക് കിട്ടിയതാണ് അങ്ങനെയാണ് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നതാകാരം പോകേണ്ട ആർക്കും പറ്റില്ല ചെറിയ കുഞ്ഞുമാവകൾ ഇതെല്ലാം വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആടുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത് നമ്മളെ കാലിപ്പുറത്ത് കാണിച്ചിറയതാണ്ട ക്യൂട്ടല്ലേ മോനെ നല്ല എയർ ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കാല് വെക്കും ഞാൻ നടന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് എയർ ക്വാളിറ്റി കൊള്ളാം അല്ല ഇത് 1500 രൂപക്ക് ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒരു സൈഡിൽ നമുക്ക് മൗണ്ടൈൻ വ്യൂ കാണാൻ പറ്റും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കാണുമ്പോൾ വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റാണ് ഫുൾ സൈഡിലും എല്ലാ സൈഡിലും ബോട്ടും ചെറിയ കുഞ്ഞു ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഇതൊക്കെ കാണാൻ പറ്റും നല്ല അടിപൊളി കബാബ് അല്ലേ 100 രൂപയുണ്ട് പക്ഷെ ബാംഗ്ലൂർ ടേസ്റ്റും 300 അല്ലേ പീസ് ഉണ്ടായിട്ടുണ്ടോ 10 പീസ് ഹാഫ് 300 നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി മസാല നല്ല അടിപൊളി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുകയും ഇങ്ങോട്ടൊക്കെ അടിപൊളി ഇനി നീളത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാം അങ്ങനെ കച്ചവടത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ ആൾക്കാർക്ക് വരും ഓരോന്നിലും സാധനങ്ങൾ വിൽക്കാൻ ഊത് മറ്റേതെല്ലാം ഒരു ക്യൂട്ടി കണ്ടോ അവിടെ കബൂത്തർ അതേതോ ഫേമസ് മൗണ്ടൈൻ ആണ് ഐലൻഡ് അതൊരു ഐലൻഡ് अच्छा तो स्कूल इस तरफ होगा वाटर स्पोर्ट्स ഒക്കെ അവിടെ നടക്കുന്നുണ്ട് മെയിൻ ലാൻഡ് ലോട്ടസ് ലേക്ക് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാണ് ഇവർ പറഞ്ഞത് ഇതിൻ്റെ സീഡ്സ് ഇവർ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ വിൽക്കുന്ന സംഭവമാണ് വീഡിയോ ഫോണ് തായിട്ടൊക്കെയല്ലേ അത്രയും പറയാനില്ല കാണിച്ചെടുക്കും ഇനി ഇങ്ങനെ ഒളിയുന്നത് കാണാം वहाँ पे लोग कमाने के लिए कुछ भी करते हैं ഓടിക്കുന്ന ആള് നമുക്ക് എന്തൊക്കെ ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ നല്ല ഫ്രഷ് ഈ സമയത്ത് पिछली बार हम फैमिली के साथ आए थे ज्यादा सेफ लगा तो ഈ സ്ഥലത്തൊരു ഹിന്ദു ടെമ്പിൾ ഉണ്ട് 99% ഇവിടെ മുസ്ലിംസ് ആണ് പക്ഷെ എന്നാലും ഹിന്ദുസും ഉണ്ട് കുറച്ച് സിഖ്സും എല്ലാവരും ഉണ്ട് ഈ ഇതിന്റെ ടെമ്പിളാ ഇതിലേതോ സിനിമ മിഷൻ കശ്മീർ എന്ന് പറയുന്ന സിനിമ ഇതിലാണ് ഷൂട്ട് ചെയ്തത് സ്ത്രീകളൊക്കെ നല്ല രീതിയിൽ എല്ലാ ബോട്ടുകൾക്കും അതിൻ്റെതായ യുണീക്ക് ഡിസൈൻസ് ഉണ്ട് ഓരോന്നിനും
तो ये यहाँ के औरतें लोग जाते हैं. ओ देखो रमजी ആ കണ്ട ഇവിടെ കോമൺ ആണ് സ്ത്രീകളും എല്ലാവരും ഇങ്ങനെ ബോട്ടൊക്കെ इनका प्राइवेट बोट ഇതാക്കും. പ്രൈവറ്റ് ബോട്ടായിരിക്കും ഇത്. ഓരോന്നിനും ഓരോ यहाँ पे പേരുകളാണ്. घर सस्ता हो घर बनाना सस्ता ഇതാണ് बनता, ദിന जितना मुझे ബസാർ. याद है ഇതിങ്ങനെ ഫ്ലോട്ടിങ് ആയിട്ടുള്ള ടൈപ്പ് ബസാറാണ്. क्यूट क्यूट നല്ല ക്യൂട്ടായിട്ടുള്ള എന്തൊക്കെയോ ഇങ്ങനെ തൂക്കിയിട്ട് കാണാം. ഫറിൻ്റെ तो ये यहाँ पर ക്ലോത്ത്സും കാര്യങ്ങളെല്ലാം. कैंप CRPF ചെറിയ കുഞ്ഞിക്കിളിയുണ്ട്. 144 बताया. കിളികൾ ഡക്ലിങ്സ് ആണെന്ന് തോന്നുന്നു. കൊടുത്തു CRPFൻ്റെ. ഓ ഇത് 144 बटालियन ഓ ഇത് CRPFൻ്റെ ക്യാമ്പാണ് ഈ കാണുന്നത്. तो अंदर आप देखना चाहते हो शॉप के अंदर? शॉप के अंदर नहीं जाना है भैया बस चार शॉप यहाँ पर कनेक्टेड है. अगर वो देखना है उड़कारुंडला ഉള്ളിൽ കയറണ്ടല്ലോ. नहीं हम कुछ लेना नहीं है हमें क्योंकि हम लाइट वेट ट्रैवल करते हैं कुछ नहीं, यहाँ से मतलब बाइक और होता है. अगर आप 5 നമ്മിപ്പോൾ അവിടെ ഉള്ളത് निशाद गार्डन ഇതാണ് നിഷാദ് ഗാർഡൻ. മുഗൾ ഗാർഡൻ എന്നും പറയും. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചാ ഇത് ഏത് മലയാണ്? ഏതോ മലയുണ്ട് ഇതിന്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടെല്ലാം ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഐസ്ക്രീമും ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം. റംബുട്ടാനെ പോലത്തെ ഫ്ലവറെല്ലാം ഉണ്ട് റംബുട്ടാൻ പോലത്തെ ഫ്ലവറാണ്. സൂര്യാസ്തമിക്കാനായി ഏകദേശം. അതാണ് മറ്റേ ഗാർഡൻ. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോലായി. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പം ഒരു ഗാർഡൻ കൂടി ഉണ്ട്. ഷാലിമാർ ഗാർഡൻ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോകളുണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഷാലിമാർ ഗാർഡൻ അല്ലേ? ഇത് ഇവിടുത്തെ ഒരു നല്ല അടിപൊളി ഗാർഡനാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്, നല്ല കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റും. കുറേ പറവകൾ പറക്കുന്നുണ്ട്. കുറച്ച് ചൂട് പറവ് കിടിയാന്നിട്ട്. ഇവിടെ ഇങ്ങനെ ഈവനിങ്ങിലെല്ലാം വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇവിടെ കുറേ ആൾക്കാരെ കാണാൻ പറ്റും. ബാക്കിലാണെങ്കിൽ നല്ല വലിയ മൗണ്ടൈൻ വ്യൂ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ മൗണ്ടൈൻ ഉണ്ട്. ഇവിടെ കുറേ ഇങ്ങനെ അടക്കലില്ല ആൾക്കാരിങ്ങനെ കറങ്ങാൻ വന്നിട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. പിക്നിക് സ്പോട്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി തന്നെ. കുറേ കൂടി വായു ഇവിടെ ക്ലീനാണെന്ന് തോന്നുന്നു. ഫ്രഷ് എയർ ഉണ്ട്. ഷാലിമാർ ഗാർഡൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പഴയ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ട മരം കൊണ്ടുണ്ടാക്കിയ വാതിലും സെറ്റപ്പും. നമ്മുടെ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. ഈ ഷൂട്ടിട്ട് ഇട വെച്ച് ഇവിടെ ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇങ്ങനെ കുപ്പായിട്ടിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. എന്താ ചൂരിട്ട് കണ്ട ചളി പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നല്ല അടിപൊളി എന്തോ സെറ്റപ്പ് ഉണ്ട്. സൂര്യാസ്തമിക്കാനായി ഏകദേശം 6:45 ഇതിപ്പം 7 മണി 7:15 ആകുമ്പോഴത്തേക്കും പുള്ളിയിരുട്ടാവും. അതിന് മുമ്പേ നമ്മൾ റൂമിലേക്ക് പോകും, സ്റ്റേ ഹൗസിലേക്ക്. നമുക്ക് 2 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇത് 300 റുപ്യ അല്ല, ഈ ഡ്രസ്സും ഫോട്ടോയും കൂടി 300 കൊടുക്കലേ. എത്തിയിട്ടുണ്ട്. നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഞാനിവിടെ പോയിട്ട് പുറത്ത് പോയിട്ട് കാണിച്ചേക്കാം. ഇതൊരു വീട് പോലത്തെ സെറ്റപ്പാണ്. ഇയാൾക്കിടെ വന്നത് അതാ വെൽക്കം ടു മോൺഷൈൻ ഹോം. സ്ലിപ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. സ്ലിപ്പറിലും കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഴയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പാത്രങ്ങളുണ്ട്. നല്ല മീൻകറിയുടെ മണം അടിക്കുന്നുണ്ട്. മീൻകറിയായിട്ടാണ് തോന്നാക്കുന്നു. എന്നാൽ ഇവരെ ഫുഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇത് കഴിഞ്ഞ് മുകളിലേക്ക് പോയാൽ ഇവിടെ കിച്ചണുണ്ട്. പോകുന്നത് ഹോം സ്റ്റേയിൽ തന്നെ നമ്മൾ ഫുഡ് ബുക്ക് ചെയ്തതിന്
നോക്കി നോക്കാം അതിലെന്താ ഉള്ളത്. നല്ല കറിയുണ്ട്. ചപ്പാത്തിയ ചോറും